ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം തരംഗമായി മാറിയിരിക്കുന്ന, ഭയങ്കര ഫേമസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, എവിടെ നോക്കിയാലും അതിൻ്റെ റിവ്യൂസ് മാത്രമേ പറയാനുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്, നമ്മുടെ ട്രെറ്റിനോയിൻ ക്രീമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ട്രെറ്റിനോയിൻ ക്രീം 2 വീക്സ് ആയിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി. ആദ്യം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ഫേസിൽ കുറച്ച് ആക്നി മാർക്സ് ഉണ്ടായിരുന്നു, പിമ്പിൾസ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ലൈൻസ് ഉണ്ടായിരുന്നു, കണ്ണിൻ്റെ താഴെ ഇങ്ങനെ റിങ്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ സീരിയസ്ലി അതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഫുള്ളായി മാറിയെന്നല്ല, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രീം കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ആക്നീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ഈ ഫൈലൻസും റിങ്കിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നല്ല രീതിയിൽ ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട് കേട്ടോ. സീരിയസ്ലി ഈ ഒരു ക്രീം 2 വീക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാനതിനെ കുന്നി വെച്ചിട്ടുണ്ട്. സോ 2 ആഴ്ച ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഫേസിൽ നല്ല റിസൾട്ട് ഉണ്ടായി. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടമല്ല, എനിക്ക് മേക്കപ്പ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ സ്കിൻ തന്നെയാണ് ഇഷ്ടം. ആകെ കൂടെ ലിപ്സ്റ്റിക്കും ചിലപ്പോൾ കണ്ണടയും അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ല കൊറിയൻ ഗ്ലാസ് സ്കിന്നോടാണ് താല്പര്യം. അപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ അങ്ങനെ ആവുന്നു. കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ശരിയാണ്, എൻ്റെ സ്കിൻ ടെക്സ്ചർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. സീരിയസ്ലി പറയാമല്ലോ, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുണ്ട് 2 വീക്സ് തന്നെ. പിമ്പിൾസൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വല്ല പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് റോങ് വഴിയിലൂടെയാണ് നിങ്ങൾ യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ഡാർക്കായി പോകും. അതുമാത്രമല്ല, ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ പീലിംഗ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ ഇത് ഫുൾ പിമ്പിൾസും ആക്നി മാർക്സൊക്കെ കണ്ട് വീണ്ടും നമ്മുടെ ഫേസ് കൊളാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട, ഇതിൻ്റെ ശരിയായ മെത്തേഡിൽ യൂസ് ചെയ്യുക. ആദ്യം കുറച്ച് മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ ഒരു ക്രീം പിസ് സൈസിൽ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഒരു ഡേയിൽ ഒരു 3 ടൈംസ് എങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ലൈറ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വീട്ടിലിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കാൻ സാധിക്കും. അതാണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് തന്നെ പോകണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു 3 ടൈംസ് എങ്കിലും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഇല്ല. പിന്നെ ഇത് ഉപയോഗിച്ച് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കുളിച്ചിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മിറർ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ സ്കിന്ന് ശരിക്കും പറഞ്ഞാൽ മിറർ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു മിറർ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ, അത് നമ്മൾ സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആക്കി കളയും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്കിന്നൊക്കെ തിളങ്ങാൻ തുടങ്ങും, നല്ല ഡ്രൈ ആയിട്ട്, നല്ലപോലെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 വീക്സ് ആയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ യൂസ് ചെയ്ത് നോക്കാം. സ്കിന്നിന് സൈഡ് എഫക്റ്റ് വരാത്ത രീതിയിൽ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മിനിമം 3 വട്ടെങ്കിലും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ഫേസ് വാഷോ വേറെ ക്രീംസൊന്നും ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.